ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി മസാല ചായയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മസാല ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇത്രയും പോകുന്നൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക, 2 ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക് ഇവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കൂടുതൽ അങ്ങോട്ട് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മിക്സിയുടെ പകരം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണ കുത്തറിലുണ്ടല്ലോ ചെറുത്, അതുണ്ടെങ്കിൽ അതിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, ഇതാപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 3 ആൾക്ക് കുടിക്കാനുള്ള ചായയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇനി ചായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും മസാല ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദാ പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടിപൊളി മസാല ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.